സൂരജ് അമർഷത്തിൽ നെറ്റിതിരുമ്മി. അച്ഛന് അച്ഛൻ്റെ മകളെ അറിയില്ലേ? പല കാര്യങ്ങളും അച്ഛൻ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് ബുദ്ധി കാണിക്കാനാണ്? തൻ്റെ മകളുടെ മുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നവൻ തന്നെയാണ് സൂരജ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. മുറിയിൽ നിന്ന് വെളിയിലിറങ്ങി അവൻ്റെ കാതുകളിൽ ചിലങ്കയുടെ ശബ്ദം പതിഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കാനായി പണിത മണ്ഡപത്തിൽ തുളസിക്കൊപ്പം നിന്ന് നൃത്തം ചെയ്യുന്ന കൃഷ്ണയെ കണ്ട് സൂരജിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നവളുടെ ചാരിതാർത്ഥ ഭാവം അവളിൽ അങ്ങോളം ഉണ്ടായിരുന്നു. കൃഷ്ണയിൽ തനിക്കിനി അനാവശ്യ സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയില്ലെന്ന ബോധത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ സത്യയെ തേടി. ഒടുവിൽ അടുക്കളവാതിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ഗൂഢമായ ഭാവത്തിൽ അവൻ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന കൃഷ്ണയെ കണ്ട ദുഃഖത്തിലായിരുന്നു സത്യ. അമ്മയോട് അവൾ ഒരു അകൽച്ച പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അതില്ലായിരുന്നു. കൃഷ്ണയ്ക്ക് താല്പര്യത്തോടെ പഠിപ്പിച്ചു കൊടുക്കുന്ന തുളസി അവളിൽ നോവ് നിറച്ചു. അവൾക്ക് ഇതുവരെ മറ്റു കുട്ടികളെ തുളസി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. ആദ്യമായി അത് തോന്നിയത് ഗ്രീഷ്മ അമ്മയെന്ന് വിളിച്ചപ്പോഴാണ്. പക്ഷേ പിന്നീടത് മാറുകയും ചെയ്തു. കൃഷ്ണ വന്നത് മുതൽ അരക്ഷിതാവസ്ഥ അവളെ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ തുളസിക്ക് പ്രിയപ്പെട്ടവളാകുന്നത് സത്യ കണ്ടു നിന്നു. കുളത്തിനരികിലെ ഇരിപ്പ് സ്ഥിരമായത് ശ്രദ്ധയിൽപ്പെട്ടതു മുതൽ വിവേകിന്റെ സാന്നിധ്യം അവൾ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ ചുളിഞ്ഞ നെറ്റി ഇന്നും കണ്ടപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നതാണ്. ഉള്ളിലേക്ക് കയറാൻ മടിച്ചവൾ അടുക്കളവാതിൽ തന്നെ നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള തന്റെ ലക്ഷ്യങ്ങൾ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ പിന്നിൽ വന്ന് നിൽക്കുന്ന സൂരജിനെ അവൾ കണ്ടിരുന്നില്ല. അവന്റെ കൈകൾ തോളിൽ അമർന്ന നിമിഷമാണ് സ്റ്റീൽ ലോട്ട അവരുടെ അരികിൽ വന്നു വീണത്. അതിന്റെ ശബ്ദവും ആരോ പിന്നിലുണ്ടെന്ന ചിന്തയോടെയും തിരിഞ്ഞു നോക്കിയ സത്യയുടെ കണ്ണുകൾ പിന്നിൽ നിൽക്കുന്ന സൂരജിനെ കണ്ട് ചുളിഞ്ഞു. അതിനും പിന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന കൃഷ്ണ, അവൾക്ക് പിന്നിൽ വെറുപ്പോടെ നിൽക്കുന്ന തുളസി. സൂരജ് കൂസലില്ലാതെ നിൽക്കുമ്പോൾ അവരുടെ വെറുപ്പ് തന്നോടാണോ എന്നുള്ള പകപ്പോടെ അവൾ ഇരുവരെയും മാറി മാറി നോക്കി. സത്യ എന്തെടുക്ക ഇവിടെ? യാതൊരു മയവുമില്ലാതെ തുളസി ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നീറി. നിറഞ്ഞു തുളുമ്പി ഒരു പരാജയമായി നിന്നു കൊടുക്കാതെ അവൾ സൂരജിനെ കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ വെറുതെ പോലും കൃഷ്ണയുടെ ഭാഗത്തേക്ക് നോക്കിയിരുന്നില്ല. നിന്റെ വിവാഹം ഞാൻ ഉടനെ നടത്താൻ പോകുക സത്യ. സത്യ തിരിഞ്ഞ് തുളസിയെ നോക്കി. എൻ്റെ താല്പര്യമില്ലാതെയോ? നീ എനിക്ക് വാക്ക് നൽകിയത് മറന്നുപോയോ? ആ വാക്ക് എൻ്റെ മരണം വരെ ഞാൻ പാലിച്ചിരിക്കും. അന്ന് ഞാനും ഉറപ്പ് പറഞ്ഞിരുന്നു, എന്നെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ തന്നെ വേണമെന്ന്. അതോടൊപ്പം എനിക്ക് മറ്റൊരു നിബന്ധന കൂടിയുണ്ട്. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ കൈപിടിച്ചേൽപ്പിക്കാൻ ഒരാൾ വേണം. അമ്മയ്ക്കത് പറ്റില്ലെങ്കിൽ ആ കർമ്മം കുഞ്ഞമ്മയും ചിറ്റപ്പനും ചെയ്യും. എനിക്ക് അനാഥയെപ്പോലെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയില്ല. തുളസി അവളെ ഞെട്ടി നോക്കി. എന്താ തള്ള നിങ്ങളുടെ ബുദ്ധി? അവളെ കെട്ടിക്കാനെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടെ കല്യാണക്കാരി എടുത്തിടും. അവളത് നിങ്ങളോട് തിരിച്ചു പറയും. പിന്നെ പറയാലോ, സത്യ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാനും സമ്മതിച്ചതാണെന്ന്. എന്തോ പറ്റി? സ്ഥിരം ആൾക്കാരൊക്കെ കൈയൊഴിഞ്ഞോ? അതോ അതിലാരെയെങ്കിലും സ്വന്തമായി വേണമെന്ന് തോന്നിയോ? കൃഷ്ണ പാതകത്തിന് മുകളിൽ ഇരുന്ന മീൻചട്ടി എടുത്ത് അവൻ്റെ കാലിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ വലങ്കാലിൻ്റെ മീതെ വീണത് തകരുമ്പോൾ പട്ടി മൂന്നത് പോലെ ഒരു ശബ്ദം അവിടെ ഉയർന്നു. കാല് കുടഞ്ഞുകൊണ്ട് അവൻ തറയിലിരുന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കി. പ്രായത്തെ ബഹുമാനിച്ചില്ലെങ്കിലും നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അംഗഭംഗം, മാനഹാനി ഇത്യാദി സംഭാവനകൾ ഇനിയും ഉണ്ടാകുന്നതാണ്. റേഡിയോ പോലെ പറഞ്ഞിട്ട് അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി തുളസി അവന് മുന്നിൽ നിന്നു. ഇത് എൻ്റെ വീടാണ്. ഇവിടെ നിന്ന് ഇതുവരെ എന്നെ ഭരിച്ചതുപോലെ ഇനിയും മുന്നോട്ട് പോയാൽ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പുതിയ സംബന്ധക്കാരനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. നീ എത്ര വൃത്തികേട് വിളിച്ചു പോകുന്നോ അതെല്ലാം എനിക്ക് വാശി കൂട്ടുകയുള്ളൂ. നിന്റെ അച്ഛൻ്റെ പോലെ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ഒരാളെ അല്ല ഞാൻ കൂടെ കൂട്ടുക. അങ്ങനെ വന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് വരുന്നവൻ നിന്നെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആലോചിച്ചു നോക്കിക്കേ. സൂരജ് അവരെ പകപ്പോടെ നോക്കി. ഞാനിവിടെ ഇങ്ങനെ നിൽക്കേണ്ടത് നിന്റെയൊക്കെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ജയൻ ഈ വീട്ടിൽ കാണിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് സ്വാതന്ത്ര്യത്തോടെ ഒരാൾ ഇവിടെ ഉണ്ടാകും. തുളസി പുച്ഛത്തോടെ അവനോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. കൃഷ്ണയുടെ ഭാവം കാണുമ്പോൾ അവളോട് മുഖം കറുപ്പിക്കാൻ കഴിയുന്നില്ല. ഇറങ്ങിപ്പോകാൻ പലവട്ടം സൂരജിനോട് പറഞ്ഞിട്ടും അവനത് കേൾക്കാത്ത ഭാവത്തിലാണ് കഴിയുന്നത്. തന്നെ ഒരിക്കലും അനുസരിക്കില്ലെന്നറിയാം. മുമ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവൻ വീട് വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴെന്തു പറഞ്ഞാലും ഇവിടെ നിൽക്കുമെന്ന ഭാവമാണ്.
അവൻ പറഞ്ഞതുപോലെ കൃഷ്ണയും സത്യയും അവനു മുമ്പിൽ താഴ്ന്നു നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും വയ്യ. കൃഷ്ണ എങ്ങനെയോ ആവട്ടെ, പക്ഷേ സത്യ അവളുടെ ജീവിതത്തിൽ ഇനി സൂരജിൻ്റെ നിഴൽ പോലും പതിയരുത്. അതിന് അവൾക്കൊരു സംരക്ഷണം വേണം. വിവാഹം തന്നെയാണ് നല്ലത്. അവളും കുടുംബമായി മുന്നോട്ട് ജീവിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഏട്ടനും ഗംഗയ്ക്കും സംഭവിച്ചത് അവൾക്കും. ഇല്ല, ഞാനത് അനുവദിക്കില്ല. തുളസി മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചു. നീ നിന്റെ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുവാണോ? വൈകുന്നേരം വീണ്ടും അതേ ചോദ്യവുമായി തുളസി എത്തുമ്പോൾ അവൾ പുഞ്ചിരിയോടെ നേരിട്ടു. സൂരജുള്ള വീട്ടിൽ നിന്ന് നീയുള്ളിടത്ത് അവനോ വേണ്ട സത്യ. നിങ്ങൾക്കിടയിൽ കിടന്ന് ഒരു പെണ്ണുരുകുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് എനിക്കും എൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം അവൻ സ്നേഹിച്ചതാണെന്ന് കേട്ടതുകൊണ്ടാണ്. മറ്റൊന്ന്, വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ശല്യം നിനക്കിനി ഒരിക്കലും ഉണ്ടാവില്ലെന്നോർത്താണ്. പക്ഷേ കൺമുന്നിൽ ആ പെണ്ണിരുന്ന് കണ്ണീരൊഴുക്കുന്നത് കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കാനും കഴിയുന്നില്ല. അവർ പിരിയുകയോ ജീവിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാനതിൽ ഇടപെടില്ല. പക്ഷേ സ്വന്തം വീട്ടുകാരെ പോലും വെല്ലുവിളിച്ച് നിൽക്കുന്ന അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയാൻ കഴിയുന്നില്ല. ഞാനങ്ങോട്ട് പറയും മുമ്പ് അവൾ പോകുമെന്നറിയാം. അവൾക്കതിന് സമയം വേണ്ടി വരും. അത്രയും നാൾ ഒരേ കൂരയ്ക്ക് കീഴിൽ നിങ്ങൾ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. നിന്നെ ഇവിടെ നിന്ന് വെറുതെ പറഞ്ഞുവിടാൻ എനിക്കാവില്ല സത്യ. കല്യാണം കഴിപ്പിച്ച് തന്നെ വിടണം. കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോകുമെന്ന് ഓർത്താണോ അമ്മയുടെ ഭയം? സത്യയുടെ ചോദ്യത്തിനു മുമ്പിൽ തുളസി പതറി. നിന്റെ മനസ്സിലുള്ള കണക്കുകൂട്ടലുകൾ ഞാനും അറിയുന്നുണ്ട് സത്യ. കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് പിന്നാലെ വീണ്ടും ഇറങ്ങി തിരിച്ചാൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എനിക്ക് നഷ്ടങ്ങളല്ലാതെ എന്തു നേട്ടങ്ങളാണ് എടുത്തു പറയാനുള്ളത്? സത്യയുടെ ചോദ്യത്തിനു മുമ്പിൽ തുളസിയുടെ നാവിറങ്ങി. എല്ലാവരും നോക്കുമ്പോൾ വാര്യത്ത് വീട് സത്യയ്ക്ക്. സത്യയെ പൊന്നുപോലെ വളർത്തുന്ന അപ്പച്ചി. അമ്മയ്ക്കെന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഗംഗ എന്ന പേര് റെക്കോർഡുകളിലെങ്കിലും കണ്ടേനെ. അമ്മ എന്നെ അമ്മയുടെ മകളായി വളർത്തിയപ്പോഴും അച്ഛൻ തുഷാർ തന്നെയാണ്. അതെന്താ, സ്വന്തം മകളെ എന്നെ വളർത്തണമെന്നായിരുന്നുവെങ്കിൽ വിക്രമൻ എന്ന് കൊടുത്തൂടെ? അതല്ല, മാമനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ എന്തിനാണ് അമ്മയുടെ പേര് തുളസി എന്നും അച്ഛൻ്റെ പേര് തുഷാർ എന്നും പറഞ്ഞു പഠിപ്പിച്ചത്? തുളസി ഒന്നും മിണ്ടാതെ അവൾക്ക് മുന്നിൽ നിന്നു. എല്ലാവരുടെയും മുന്നിൽ തുളസി സത്യയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ അമ്മേ? സൂര്യ ചേച്ചി ടീച്ചറായി, സൂര്യചേട്ടൻ എഞ്ചിനീയറായി, സുരഭി ചേച്ചിയും അതേ വഴിയിൽ. സത്യയുടെ കാര്യങ്ങൾ വന്നപ്പോൾ നീ ഇത് പഠിച്ചാൽ മതിയെന്നോ ഞാൻ തീരുമാനമെടുക്കും നീ അനുസരിച്ചാൽ മതിയെന്നോ പറഞ്ഞു കേട്ടില്ല. മക്കൾ കാശിൻ്റെ കണക്ക് പറയുമ്പോൾ നിസ്സഹായയായി നിന്നു. എനിക്കല്ലേ നന്ദിയും കടപ്പാടും വേണ്ടത്. അതുകൊണ്ട് ഞാനത് കാണിച്ചു. എല്ലാവർക്കും സന്തോഷവുമായി. അപ്പോഴും സത്യ പഠിക്കണമെന്നും അവൾക്കൊരു ജോലി വേണമെന്നും അമ്മ ചിന്തിച്ചില്ല. സത്യയ്ക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനും ശ്രമിച്ചില്ല. തുളസി തീർത്ഥയ്ക്കൊരു പിൻഗാമി ആവശ്യമായിരുന്നു. നിങ്ങളുടെ സ്വപ്നം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ. അതിനുവേണ്ടി പാട്ടും നൃത്തവും പഠിപ്പിച്ചു. ഞാൻ വിജയങ്ങൾ വാരിക്കൂട്ടുമ്പോൾ സന്തോഷിച്ചു. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നില്ലേ അമ്മേ? എനിക്കും നേഴ്സിംഗ് പോലുള്ള പ്രൊഫഷനോട് താല്പര്യമുണ്ടാവില്ലേ? സത്യ, തുളസി ഇടറിക്കൊണ്ട് വിളിച്ചു. ഞാനമ്മയെ കുറ്റപ്പെടുത്തിയതല്ല. എത്ര വേഗത്തിലാണ് അമ്മ കൃഷ്ണയോടടുത്തത്. അവൾക്ക് എന്നേക്കാൾ ഒഴുക്കുണ്ട് നൃത്തത്തിൽ. അമ്മ അവളിൽ സന്തോഷം കണ്ടെത്തിയതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. അല്ലെങ്കിലും അമ്മയുടെ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അമ്മയുടെ മകൻ്റെ തലമുറ തന്നെയല്ലേ? അവഗണന ഒരു പരിധിയിൽ കൂടുതൽ അനുഭവപ്പെടുമ്പോൾ പൊട്ടിത്തെറിച്ചു പോകും. എന്നെ നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അമ്മ വളർത്തിയത്. മറ്റുള്ളവരുടെ തീരുമാനങ്ങളിൽ ഒതുങ്ങിക്കൂടാനാണ് ശീലിപ്പിച്ചത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജയേട്ടനില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു ഡിഗ്രി പോലും അവകാശപ്പെടാനുണ്ടാവില്ലായിരുന്നു. ഞാൻ ജയേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ തീരുമാനം പറയാം. ജയൻ വൈകുന്നേരം വന്നിട്ടല്ലേ പോയത്? വന്നിരുന്നു. ആ സമയം എന്നെ തിരക്കാൻ ജയേട്ടന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാനായി വിളിച്ചതാണ്. നാളെ രാവിലെ ജയേട്ടൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുളസി മുഖം ചൊളിച്ച് അവളെ നോക്കി. സത്യ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു സംസാരിച്ചത്. സത്യ കുളിക്കാനെന്നതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ തുളസി തളർച്ചയോടെ ആ കിടക്കയിൽ ഇരുന്നു പോയി. അന്ന് സത്യയുടെ പഠിപ്പ് ഒരു വലിയ വിഷയമായപ്പോൾ അവൾ തന്നെ മനസ്സിലാക്കിയെടുത്ത തീരുമാനമാണെന്നല്ലേ കരുതിയത്. അതിനെല്ലാം പിന്നിൽ ഇത്രയും വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. നെഞ്ചുപിടഞ്ഞുള്ള ഒരേങ്ങൽ അവരിൽ നിന്ന് ഉയരുമ്പോൾ അമ്മയോട് പൊട്ടിത്തെറിച്ചു പോയതിൽ സത്യയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. പക്ഷേ ചില പൊട്ടിത്തെറികൾ ആവശ്യമാണല്ലോ. ജേട്ടനും എന്നെ മറന്നുപോയോ? പരിഭവത്തോടെ സത്യ പറയുമ്പോൾ അവൻ ചിരിച്ചു. ഇത്രയും പരിഭവം പറയാൻ എന്ത് സംഭവിച്ചു? അവൻ കളിയോടെ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നും അറിയില്ലേ?
ഇല്ല. സത്യയുടെ മുഖം വീർത്തു വരുന്നത് കണ്ടപ്പോൾ ജയൻ അവളോട് വാത്സല്യം കൂടി. എത്ര നിഷ്കളങ്കമായ ബാല്യവും കൗമാരവുമാണ് അവൾക്ക് നഷ്ടമായത്. ഇവിടെ നടന്നതൊന്നും ചേട്ടൻ അറിയുന്നില്ലെന്നാണോ? സത്യ പിണങ്ങിയതുപോലെ വീണ്ടും ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ സത്യ. നീ ചോദിച്ചത് എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത്. നീ എന്നോടൊന്നും പറഞ്ഞതുമില്ല. പിന്നെ എങ്ങനെ അറിയും? എന്നോട് ചേട്ടൻ ചോദിച്ചതുമില്ലല്ലോ. ഞാൻ നിന്നോട് ചോദിക്കാതെ നിന്ന് പറയാൻ നിനക്ക് കഴിയില്ലേ? എന്നിട്ടെന്തേ ഇതുവരെ വൈകിയത്? സത്യ പെട്ടെന്ന് ജയദേവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ നിമിഷം മുമ്പേ പ്രതീക്ഷിച്ചതുപോലെ അവന്റെ കൈ അവളുടെ നെറുകയിൽ പതിഞ്ഞു. ഒരാശ്വാസം പോലെ. പേടിച്ചു പോയോ? അവൻ അലിവോടെ ചോദിച്ചപ്പോൾ അവൾ വിറയലോടെ മൂളി. പോയി മുഖം കഴുകിയിട്ട് വാ, നമുക്ക് സംസാരിക്കാം. സത്യ മുഖം കഴുകി വരുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ജയൻ അവളെ അരികിൽ തന്നെ പിടിച്ചിരുത്തി. ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ തെറ്റല്ലേ സത്യ? നീ എന്താണ് ഡോർ ലോക്ക് ചെയ്യാതെ ഇരുന്നത്? സത്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഞാനത് ഓർത്തില്ല ജയേട്ടാ. എന്നും അങ്ങനെയല്ലേ കിടക്കുന്നത്? പിന്നെ ലേറ്റായിട്ടാണ് ഞാൻ ആ മുറിയിലേക്ക് പോകുന്നത്. വെളുപ്പിനെ എഴുന്നേൽക്കുകയും ചെയ്യും. മിക്കവാറും ഉറക്കം തൂങ്ങി വന്ന് കിടക്കുന്നത് മാത്രമേ അറിയൂ. അതിന് വിനോദജൻ വന്ന് ശരിയാക്കിയത് അമ്മ പറഞ്ഞത് ഞാനും കേട്ടതാ. പക്ഷേ അതൊന്നും ഓർമ്മയിലില്ലായിരുന്നു. നിന്റെ ഒരു മറവി കൊണ്ട് നിനക്കുണ്ടായ മുറിവ് എത്രത്തോളം വലുതാണ് സത്യ. അതിനേക്കാൾ സത്യ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി. അതേപോലെ ഈ വീട്ടിൽ സുരക്ഷിതയല്ലെന്നും. അവൾ പറയുന്നത് കേട്ട് തുളസി പകപ്പോടെ രണ്ടാളെയും നോക്കി. ജയന്റെ ചുണ്ടിൽ ആഗ്രഹിച്ചതുപോലെ ഒരു ചിരി വിടർന്നു. എനിക്കിനി ഇവിടെ പറ്റില്ല ജയേട്ടാ. തുളസി ഞെട്ടി എഴുന്നേറ്റു. നീ എന്തൊക്കെയാ സത്യ ഈ പറയുന്നത്? ഇവിടെ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാണ്? ഞാൻ എവിടെ പോയാലും അത് അമ്മയുടെ തീരുമാനം പോലെ ഇരിക്കും. എൻ്റെ എന്ത് തീരുമാനം? നിന്റെ കല്യാണക്കാര്യം പറഞ്ഞതാണോ? ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അത് നടന്നാൽ ഞാനും അനുസരണയുടെ മുന്നിലുണ്ടാകും. നിന്നെ ഇതുവരെ വളർത്താൻ എനിക്ക് അങ്ങനെ ഒരു ആൺതുണ വേണ്ടി വന്നിട്ടില്ല. പിന്നെ നിന്റെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയൊക്കെ മക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പരിഹസിക്കുന്നത് പോരെ? ഇനി എന്നെ ഒരു കല്യാണവും കൂടി കഴിപ്പിക്കണോ നിനക്കൊക്കെ? തുളസിക്ക് കല്യാണം ആലോചിച്ച കാര്യം അപ്പോഴായിരുന്നു സുരഭി അറിഞ്ഞത്. കല്യാണോ? അമ്മയ്ക്കോ? നിങ്ങൾക്കൊക്കെ തലയ്ക്ക് വെളിവില്ലേ? മുടി വരെ നരച്ചു തുടങ്ങിയിട്ടും അമ്മയ്ക്കൊരടക്കവുമില്ലേ? തുളസിയുടെ വിരലുകൾ സുരഭിയുടെ കവലിൽ പതിഞ്ഞു. പറഞ്ഞു നീ എങ്ങോട്ടാടി? പോട്ടെന്ന് വെച്ച് ഞാനും കണ്ണടയ്ക്കുമ്പോൾ എന്തും ആവാമെന്നാണോ? ഉണ്ണാനും ഉടുക്കാനും തരുന്ന എനിക്ക് നിന്നെയൊക്കെ നിലയ്ക്ക് വളർത്താൻ കഴിയാതെ പോയി. ഈ വീട്ടിൽ ഞാനുള്ളപ്പോൾ നിന്റെയൊക്കെ ശബ്ദം ഇനി ഉയർന്നാൽ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും. അമ്മ മകൾ ബന്ധമൊക്കെ ഞാനും മറക്കും. ഓർത്തു വയ്ക്കാൻ നല്ലതൊന്നും എനിക്കാരും നൽകിയിട്ടില്ല. ഓ, ഒരു കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഇങ്ങനെ. ഇനി കെട്ടിയാൽ എങ്ങനെയാകും? വല്യമ്മമാരൊക്കെ അന്നേ പറഞ്ഞതാ, നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനെ പോരാതെ വന്നതുകൊണ്ടാണ് അച്ഛൻ മരിക്കാൻ ഇറങ്ങിപ്പോയതെന്ന്. അതേടി, എനിക്ക് നിന്റെയൊക്കെ അച്ഛനെ പോരാതെ വന്നതുകൊണ്ട് തന്നെയാ. ഇനി എനിക്ക് ഒരുത്തനെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാലും നിന്നെയൊന്നും അറിയിക്കേണ്ട കാര്യം പോലുമില്ല. അത് നിങ്ങളുടെ തോന്നലാണ്. ഞാൻ സമ്മതിക്കില്ല. സുരഭി വിട്ടുകൊടുക്കാതെ ചീറി. സത്യ ജയദേവനെ നോക്കി. അവൻ മിണ്ടാതെ ചിരിയോടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവളുടെ ചുണ്ടു കൂർത്തു. ചില തീരുമാനങ്ങൾ വികാരങ്ങളുടെ പുറത്തും ചിലത് ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും തുല്യതയിലും നടപ്പിലാക്കേണ്ടതാണ്. ഇത് വികാരങ്ങളുടെ പുറത്താവട്ടെ. കല്യാണം വേണമെന്ന് പറയുമ്പോഴല്ല, അത് നടത്തില്ലെന്ന് എതിർക്കാൻ ആളുകൾ ഉണ്ടാവുമ്പോൾ മനസ്സിലൊരു വാശി വരും. ആ വാശിയിൽ ചിലപ്പോൾ പുതിയ തീരുമാനങ്ങളും. പുഞ്ചിരിയോടെ ജയൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. ആ തലയൊന്ന് തരുമോ? സത്യ ചോദിക്കുമ്പോൾ ജയദേവനോളുടെ തലയിൽ ഞൂടി. ഈ തല ഇരിക്കേണ്ടടുത്തിരുന്നാലേ ഫലം ഉണ്ടാകൂ. അതുകൊണ്ടാണല്ലോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. തുടരും.